നെക്സ്റ്റ് ലീസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡാണ്. ഇനി മിനിമെട്രിക്സ് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ദിസ് മെത്തേഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ലോവസ്റ്റ് കോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ലെസ് ടൈമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സിമ്പിളാണ് ഈ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ ലോവസ്റ്റ് കോസ്റ്റാണ് നമ്മൾ മറ്റേ നോർത്ത് വെസ്റ്റിൽ നമ്മൾ കോർണറിൽ നിന്ന് എടുക്കുക. ഇവിടെ നമ്മൾ എന്താ എടുക്കുക ലോവസ്റ്റ് കോസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റുകളിൽ ഏറ്റവും ചെറിയ കോസ്റ്റുമാണ് ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡിമാൻഡ് സപ്ലൈയും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് എന്താക്കുക ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ലീസ്റ്റ് കോസ്റ്റ് വെച്ചിട്ട് ചെയ്യാം. അപ്പം നമുക്കിവിടെ സപ്ലൈ തന്നിട്ടുണ്ട് ഓൾറെഡി. പിന്നെ റിക്വയർമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിമാൻഡാണ്. അപ്പോൾ നമ്മൾ എന്താക്കും ഡിമാൻഡ് സപ്ലൈയും കൂടെ കൂട്ടിയിട്ട് നമുക്കിവിടെ 43 കിട്ടിയപ്പോൾ നമ്മൾ ഇതേപോലെ ഇൻഫർമേഷൻസ് ചെയ്തു. പിന്നെ നമ്മൾ എന്താക്കും ഇത്രയും എണ്ണത്തിന് നമ്മൾ എന്താക്കും ഓരോന്നിനും ഓരോ ബോക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻസ് ഇങ്ങനെ വരച്ചിട്ടാണ് നമ്മൾ എഴുതുക. ഇതിൽ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഏതാണെന്ന് നോക്കും, ഇതിൽ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കും. ഇതിൽ ഏറ്റവും ചെറുത് 13 ആണ്. അപ്പോൾ ഈ 13 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പ്രോബ്ലം ചെയ്ത് തുടങ്ങുക. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് ഈ റോയിലും ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കും. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ലീസ്റ്റ് കോസ്റ്റിൽ പ്രോബ്ലം ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഡീറ്റെയിലായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ അലോക്കേഷൻ ചെയ്ത് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് വെച്ചിട്ട് ഇത് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ എന്താക്കി ഇതേപോലെ എടുത്ത് എഴുതി ടേബിളിൻ്റെ രൂപത്തിൽ ആദ്യം നമ്മളൊരു ബോക്സ് വരച്ച് അതിൻ്റെ കപ്പാസിറ്റി വേറെയും റിക്വയർമെൻറ്റ് മാത്രം പുറത്തേക്ക് എടുത്ത് എഴുതി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ V1ൻ്റെ വാല്യൂ V2ൻ്റെ V3ൻ്റെ V4ൻ്റെ അതുപോലെ F2ൻ്റെ V1 F2ൻ്റെ V2 F2ൻ്റെ V3 അങ്ങനെ ഫുള്ള് നമുക്ക് തന്ന ഇൻഫർമേഷൻസ് ഫുള്ള് നമ്മൾ എന്താക്കി ഒരു ബോക്സ് പോലെ ഒരു ടേബിൾ പോലെ വരച്ചിട്ട് എഴുതി. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താക്കി നമുക്ക് തന്ന വാല്യൂസ് നമ്മൾ എന്താക്കി ഓരോ കോർണറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എന്താക്കി സിംഗിൾ ഓരോ സ്ക്വയറിൽ നമ്മൾ ഇട്ട് അല്ലേ. ഓരോന്നും നമുക്ക് തന്ന അതേപോലെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഏതൊരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് ആണെങ്കിലും ഇനിയിപ്പോൾ വാം മെത്തേഡ് ആണെങ്കിലും ഇനിയിപ്പോൾ നോർത്ത് വെസ്റ്റ് ആണെങ്കിലും ഏതൊരു മെത്തേഡ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് ചെയ്യുക ഒക്കെ ഇതേ ഒരു ഫോർമാറ്റ്. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഒരു ബോക്സ് രൂപത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് തന്ന ഇൻഫർമേഷനെയൊക്കെ നമ്മൾ ചെറിയൊരു സ്ക്വയർ പോലെ ആക്കിയിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എഴുതുകയാണ് ചെയ്യുക. എല്ലാം അങ്ങനത്തെയാണ് ശരി. ഇപ്പോൾ ലീസ്റ്റ് കോസ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ലീസ്റ്റ് കോസ്റ്റ് ആകുമ്പോൾ നോർത്ത് വെസ്റ്റ് ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യലും നമ്മൾ ഏറ്റവും ഒരു സൈഡിൽ നിന്ന് ഒരു നോർത്ത് കോർണർ മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ എന്തായിരുന്നു ചെയ്യലും ഒരു കോർണറിൽ നിന്നായിരുന്നു തുടങ്ങിയത് അല്ലേ. ഇത് നമുക്ക് ലീസ്റ്റ് കോസ്റ്റ്. അപ്പോൾ ആ പേര് തന്നെ ഉണ്ട് ലീസ്റ്റ് കോസ്റ്റ് എന്നാണ് നമ്മൾ തുടങ്ങുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നാൽ നോക്കുക, ഇതിൻ്റെ ഉള്ളിലെ കോസ്റ്റുകൾ നോക്കുക. ഇതിൽ ഏറ്റവും ചെറിയ കോസ്റ്റ് ഏതാണെന്ന് നോക്കുക. ഇതിൽ ഏറ്റവും ചെറിയ കോസ്റ്റ് ഏതാ 13 ആണ് ഏറ്റവും ചെറിയ കോസ്റ്റ്. അപ്പോൾ നമ്മൾ എന്തെടുക്കും നമ്മൾ ഫസ്റ്റ് എന്തെടുക്കും 13 എടുക്കും. 13 എടുത്തിട്ട് 13ൻ്റെ റോയും 13ൻ്റെ കോളത്തിൻ്റെ ടോട്ടലും അതായത് കപ്പാസിറ്റിയും റിക്വയർമെൻറ്റും നോക്കും. ഏതാണ് 11ഉം 15ഉം. അതിലേറ്റവും സ്മോൾ ഏതാണെന്ന് നോക്കും. ഏതാണ് 11 ആണ് അതിൽ ഏറ്റവും സ്മോൾ. അപ്പോൾ നമ്മൾ എന്തെടുത്ത് നമ്മൾ 11 എടുത്ത്. അപ്പോൾ 11 ആകുമ്പോൾ എന്താ പോവുക 11 റോ ആണ്. അപ്പോൾ നമ്മൾക്കിനി അടുത്ത അലോക്കേഷൻ 2ൽ എന്തുണ്ടാവില്ല ഈ F1ൻ്റെ റോ ഉണ്ടാവില്ല. പിന്നെ നമ്മളിവിടെ എന്ത് മാറ്റം വരുത്തും അതൊക്കെ സെയിം ആണ്. എന്ത് മാറ്റം വരുത്തും 11 15 കുറച്ചിട്ട് ഇവിടെ 4 ആക്കും. അപ്പോൾ നമുക്ക് എന്താക്കാം സെക്കൻഡ് അലോക്കേഷൻ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് അലോക്കേഷൻ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേബിളിൽ ഏതായിരുന്നു പോയത് നോക്കുക. ഫസ്റ്റ് ടേബിളിൽ ഏതായിരുന്നു പോയത് നമ്മൾ ഫസ്റ്റ് ടേബിളിൽ പോയത് F1 ആണ് നമ്മൾ ഫസ്റ്റ് ടേബിളിൽ പോയത്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് നോക്കുക. നെക്സ്റ്റ് ആകുമ്പോൾ F1ൻ്റെ ഇതുണ്ടാവില്ല, അതിന് പകരം എന്താണ് ഉണ്ടാവുക F2 F3 ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് അത് എഴുതാം F2 F3. അപ്പം F1ൻ്റെ റോ പോയി നമ്മൾ 11 പോക്കിയതുകൊണ്ട് പോയി. ബാക്കിയുള്ള വാല്യൂസൊക്കെ സെയിം ആണ്. അതില്ല 17 18 14 23. അപ്പോൾ നമുക്ക് അതേപോലെ എഴുതാം. ബാക്കിയുള്ള ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അതേപോലെ 17 18 14 23 നെക്സ്റ്റ് 32 27 18 പിന്നെ എന്താണത് 41 അല്ലേ. ഇനി കപ്പാസിറ്റി എഴുതുക. കപ്പാസിറ്റി എഴുതുമ്പോൾ ഫസ്റ്റ് F2ൻ്റെ കപ്പാസിറ്റിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ല 13. F3ൻ്റെ മാറ്റമുണ്ടോ ഇല്ല 19. പിന്നെ നോക്ക് ഇവിടെ നമ്മൾ പോയത് ഏതായിരുന്നു നമുക്ക് ഏതായിരുന്നു മാറ്റം വന്നത് ഏതാണ് 11ൻ്റെ റോയാണ് പോയത് അല്ലേ. അത് F1ൻ്റെ റോയാണ് പോയത്. അപ്പം ഇവിടെയാണോ മാറ്റം ഉണ്ടാവുക അല്ല. കാരണം നമ്മൾ കമ്പയർ ചെയ്യാൻ എടുത്ത റിക്വയർമെൻറ്റ് 6 ആണോ അല്ല. അപ്പോൾ 6ന് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താക്കാം 6 അതേപോലെ എഴുതാം. നെക്സ്റ്റ് W2ൻ്റെ നോക്കാം. W2ൻ്റെ 10 അതിനൊരു മാറ്റമില്ല. W3ൻ്റെതോ
12 അതിനൊരു മാറ്റമില്ല. ഇനി നോക്ക് W4ൻ്റെ നോക്ക്, W4ഉം അതായത് W4ൻ്റെ റിക്വയർമെൻറ്റായി 15ഉം നമ്മളെ കപ്പാസിറ്റി ആയിട്ട് 11ഉം തമ്മിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ കമ്പയർ ചെയ്തത്. അപ്പോൾ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളൊരു സ്മോളസ്റ്റ് എടുത്തത്. അപ്പോൾ ഏതിലാണ് മാറ്റുണ്ടാവും, ഈ 15ൽ മാറ്റുണ്ടാവും. 15 എന്താക്കും, 11 - 15 ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, നമുക്ക് 4 ആണ് കിട്ടുക. ഇതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ, എന്താണ് 15 - 11 ചെയ്തിട്ടാണ് നമുക്കിത് കിട്ടിയത്. ഇനി നമ്മളെ ടോട്ടൽ കപ്പാസിറ്റിൻ്റെ റിക്വയർമെൻറ്റ് മാറ്റുണ്ടാവും. 13 + 19 ചെയ്യുക, അതേപോലെ 6 + 10 + 12 + 4 ചെയ്യുക. അപ്പോൾ രണ്ടും സെയിം ആണോ കിട്ടുന്നത് നോക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക, നമുക്ക് 32 ആണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇനി ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിൽ നമ്മൾ അടുത്ത ഏറ്റവും ചെറുത് ഏതാണ് നോക്കുക. അടുത്തതിൽ ഏറ്റവും ചെറുത് ഏതാണ്, 14 ആണ് അടുത്ത ഏറ്റവും ചെറുത്. 14ൻ്റെ കപ്പാസിറ്റിയും റിക്വയർമെൻറ്റും കമ്പയർ ചെയ്യുക. അപ്പോൾ 14ൻ്റെ കപ്പാസിറ്റി 13ഉം റിക്വയർമെൻറ്റ് 12ഉം ആണ്. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്, 12 ആണ്. അപ്പോൾ നമ്മൾ 12 എടുത്ത്, ഇനിയിപ്പോൾ നെക്സ്റ്റിൽ എന്തുണ്ടാവില്ല, നെക്സ്റ്റിൽ 12ൻ്റെ എന്തുണ്ടാവില്ല, റോ ഉണ്ടാവില്ല, കോളം ഉണ്ടാവില്ല. അപ്പോൾ 13ന് നമ്മൾ എന്താക്കും, മൈനസ് ചെയ്തിട്ട് നമ്മൾ എന്താക്കും, നെക്സ്റ്റ് എഴുതാം കേട്ടോ. നോക്ക്, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അലോക്കേഷൻ 3ൻ്റെ ടേബിളാണ്. അപ്പോൾ 3ൻ്റെ ടേബിൾ നമ്മൾ 2ൻ്റെ ഓൾറെഡി കണ്ടിട്ട് നമ്മൾ 3ൻ്റെ കാണുമ്പോൾ ഇങ്ങനെ ഏതായിരുന്നു പോയത്, 12 ആണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ 12ൻ്റെ കോളം പോവും ഇല്ലേ, അപ്പോൾ ആ കോളം നമുക്കില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുക, Y1 W1 W2 W3 ഉണ്ടാവില്ല, അതിന് പകരം W4 ഉണ്ടാവില്ല. W3 അല്ലേ പോയത്, 12 വരെ നമ്മളെടുത്തപ്പോൾ W3 പോയി. ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവില്ല, F2 F3 തന്നെയാണ് ഉണ്ടാവുക. ഇപ്പോൾ റിക്വയർമെൻറ്റ്സ് നോക്കാം. റിക്വയർമെൻറ്റ്സ് ആകുമ്പോൾ B1ൻ്റെ W1ൻ്റെ റിക്വയർമെൻറ്റ് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും, ഇല്ല 6 ആണ് ഉണ്ടാവുക. W2ൻ്റെതും 10 ആണ് ഉണ്ടാവുക. W3 പോയി, W4ൻ്റെനും ഒരു മാറ്റമില്ല, എന്താ ഉണ്ടാവുക, 4 ആണ് ഉണ്ടാവുക. ഇനി നോക്ക്, ഇനി F2ൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുക നോക്കാം. F2ൽ മാറ്റം ഉണ്ടാവും, നിങ്ങൾ നോക്ക് ഏതേത് നമ്മൾ കമ്പയർ ചെയ്തത്, 12ഉം 13ഉം അല്ലേ. അപ്പോൾ 13ൽ മാറ്റം ഉണ്ടാവും. 13ൻ്റെ പകരം ഇവിടെ നമ്മൾ എത്രയാണ് നമുക്ക് ഉണ്ടാവുക, നമുക്ക് 1 ആണ് ഉണ്ടാവുക. എങ്ങനെയാണ് 1 കിട്ടി, 13 - 12 ആണ് നമ്മളിവിടെ ചെയ്യുക. ഇനി നോക്കുക, നെക്സ്റ്റ് നോക്ക്, നെക്സ്റ്റ് ഏതാ, F3ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും, ഇല്ല, എത്ര തന്നെയാണ്, 19 തന്നെയാണ്. ഇനി എന്താക്കുക, ഇതും ആഡ് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 20 ആണ് കിട്ടുക അല്ലേ. 19 + 1 ആണെങ്കിലും 6 + 10 + 4 ആണെങ്കിൽ നമുക്ക് 20 ആണ് കിട്ടുക. ഇനി നമ്മൾ ലീസ്റ്റ് കോസ്റ്റ്, അടുത്ത ലീസ്റ്റ് കോസ്റ്റ് നോക്കണം. ഏതാണ്, 17 ആണ് അടുത്ത ലീസ്റ്റ് കോസ്റ്റ്. അപ്പോൾ 17ൻ്റെ റിക്വയർമെൻറ്റും 17ൻ്റെ നേരെയുള്ള റോയിലെ കപ്പാസിറ്റി 1, നേരെ താഴത്തേക്കുള്ള കോളത്തിലെ അത് 6ഉം 1ഉം കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്, 1 ആണ് നമുക്കറിയാം. നമുക്ക് 1 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നെക്സ്റ്റ് അലോക്കേഷൻ 4ൽ നമ്മൾ എന്തായിരിക്കും പോവുക, നമുക്ക് ഈ റോ പോവും, നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ഈ ഒരു F3ൻ്റെ റോ മാത്രമേ നമുക്ക് നെക്സ്റ്റ് അലോക്കേഷനിൽ ഉണ്ടാവുള്ളൂ. അതേപോലെ കോളത്തിൽ 6ന് എന്താക്കും, 1 - 6 ഇവിടെ 5 ആയിരിക്കും വരും അല്ലേ. അപ്പോൾ അത്രയും മാറ്റങ്ങളാണ് നമുക്ക് നെക്സ്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താക്കുക, അലോക്കേഷൻ 4 ചെയ്യുകയാണ്. അപ്പോൾ അലോക്കേഷൻ 4 ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക, അലോക്കേഷൻ 3ൽ നമുക്ക് ഏതായിരുന്നു പോയത്, നമുക്ക് പോയത് F2ൻ്റെ റോയാണ് ഇല്ലേ. ഇനിയിപ്പോൾ F3ൻ്റെ റോ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ F3 എന്ന് എഴുതുക, F3ൻ്റെ റോയിലുള്ള കോസ്റ്റൊക്കെ എടുത്ത് എഴുതുക. പിന്നെ നോക്കുക, W1ന് എന്തെങ്കിലും മാറ്റമുണ്ടോ, ഇല്ല. W2ന് എന്തെങ്കിലും മാറ്റമുണ്ടോ നോക്കുക, W1ന് എന്തെങ്കിലും മാറ്റമുണ്ടോ നോക്കുക. അപ്പോൾ W1ന് മാറ്റമുണ്ട് നോക്കുക. അപ്പോൾ W1ൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് നോക്കുക, W1ൻ്റെ റിക്വയർമെൻറ്റ് ടോട്ടലും പിന്നെ അതുപോലെ കപ്പാസിറ്റി 1ഉം 6ഉം ആയിരുന്നു കമ്പയർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ റോയാണ് പോയത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇവിടെ എന്താക്കണം, ഇവിടെ മാറ്റി എഴുതണം. ഇവിടെ എത്ര വരിക, 1 - 6 5 ആണ് നമുക്കിവിടെ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് 5 എന്ന് എഴുതാം, ബ്രാക്കറ്റിൽ എന്താണ് 6 - 1 ആണ് നമുക്ക് 5 ആയിട്ട് ഇവിടെ കിട്ടിയത് അല്ലേ. 5 ആണ് ഇവിടെ വരിക കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കുക, നെക്സ്റ്റ് W2ന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഇല്ല, 10 തന്നെ വരും. W4ന് ഒരു മാറ്റമില്ല, 4 വരും. പിന്നെ F3ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഇല്ല, 19 വരും. F2 പോവുകയേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് കൂട്ടിയത് ഇവിടെ എന്താകും, ഒരൊറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 19 എഴുതാം. ഇവിടെ 3 എണ്ണം എടുത്ത് 3 ആഡ് ചെയ്താൽ എത്ര വരിക, 19 ആണ് വരിക. ഇനി അടുത്ത നോക്കുക, ഇതിൽ ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് ഏതാണ്, 27 ആണ്. അപ്പോൾ 10ഉം 19ഉം തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഇതിലേറ്റവും ലീസ്റ്റ് ഏതാണ്, 10 ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മളിവിടെ 10 എഴുതും. അപ്പോൾ നോക്കുക, നെക്സ്റ്റ് നമ്മൾ അടുത്തത് എഴുതുമ്പോൾ എന്താ പോവുക, 10ൻ്റെ കോളം പോവും, അതായത് W2 പോവും. എന്നിട്ട് 19ൽ നമ്മൾ എന്താക്കും, 10 - 19 വെച്ചിട്ടാണ് നമ്മൾ അടുത്ത അലോക്കേഷൻ 5 ചെയ്യുക.
നെക്സ്റ്റ് നമുക്ക് അലോക്കേഷൻ 5 എഴുതാം. അപ്പോൾ അലോക്കേഷൻ 5 എഴുതുമ്പോൾ നമുക്ക് അലോക്കേഷൻ 4 നോക്കാം. അലോക്കേഷൻ 4ൽ ഏതാണ് പോയത്? W2ൻ്റെ കോളമാണ് പോയത്. അപ്പോൾ നമുക്ക് W2ൻ്റെ കോളം ഉണ്ടാവില്ല, പകരം W1ഉം W4ഉം ഉണ്ടാവും. ഇവിടെ F3 തന്നെ ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെ എഴുതും? W1ൽ 32, W4ൽ എന്താ 41 എഴുതുന്നുണ്ടായിരുന്നത്. അപ്പം W1ൻ്റെ റിക്വയർമെൻറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, നമ്മൾ 5 തന്നെ എഴുതുക. W4ൻ്റെ നോക്കുക. ഇവിടെ നമുക്ക് എന്തെങ്കിലും പോയത് 10 എഴുതുന്നത്. W4ൻ്റെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, നമുക്ക് എന്താ അതേപോലെ 4 എഴുതുക. നമ്മളിവിടെ കമ്പയർ ചെയ്ത് ഏതായിരുന്നു? 19ഉം 10ഉം തമ്മിലായിരുന്നു. അപ്പോൾ നമുക്കിവിടെ എത്രയാണ് വരിക? നമുക്ക് നെക്സ്റ്റിൽ ഇവിടെ 9 ആണ് വരിക. അപ്പോൾ ബ്രാക്കറ്റിൽ എഴുതുക എന്താണ്? 19 മൈനസ് 10, അങ്ങനെയാണ് നമുക്കിവിടെ 9 കിട്ടി. ഇനി നോക്കുക, ഇനിയിപ്പം ഇവിടെ ഒരു കപ്പാസിറ്റിയും അതേപോലെ ഇവിടെ ഒരു റോയും 2 കോളമുള്ള. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ എഴുതുക? ഒന്ന് മാത്രം അപ്പുറത്തെ സൈഡിലും നേരെ ഓപ്പോസിറ്റ് 2 എണ്ണമാണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ ഈ ഒന്നിനെ വെച്ച് നമ്മൾ 2നെയും കമ്പയർ ചെയ്യും. ഫസ്റ്റ് നമ്മൾ നോക്കുക, ലീസ്റ്റ് കോസ്റ്റ് 32 അല്ലേ. അപ്പോൾ 32ൽ നോക്കുക 5 ആണോ 9 ആണോ ചെറുതെന്ന്. അപ്പോൾ 5 ആണ്, ഇവിടെ 5 എഴുതുക. പിന്നെ 41 ആണ്. 41ൽ 9 ആണോ 4 ആണോ ചെറുത് നോക്കുക. 4 ആണ്, അപ്പോൾ നമ്മൾ 4 എഴുതും. അപ്പോൾ നമുക്ക് ഇത്രയും അലോക്കേഷൻസ് കഴിഞ്ഞ് നമ്മളിത് കഴിഞ്ഞില്ല. എല്ലാത്തിലും നമ്മൾ അലോക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടോ? ഇല്ല. നമ്മൾ ഫസ്റ്റ് ടേബിൾ എടുക്കുക. ഫസ്റ്റ് ടേബിൾ നമ്മൾ ഉണ്ടാക്കുക. ഈ കിട്ടിയ അലോക്കേഷൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ ഫസ്റ്റ് മുതൽ നമുക്ക് കിട്ടിയ എല്ലാ അലോക്കേഷനും ഏതൊക്കെ? 13ൽ 11, പിന്നെ സെക്കൻഡ് നമുക്ക് കിട്ടിയത് ഏതായിരുന്നു? 14ൽ 12, പിന്നെ തേർഡിൽ നമുക്ക് 17ൽ 1, പിന്നെ ഫോർത്തിൽ നമുക്ക് 27ൽ 10, പിന്നെ ഫിഫ്ത്തിൽ നമുക്ക് എന്തൊക്കെ 32ൽ 5, അതേപോലെ 41ൽ എത്ര കിട്ടി? 41ൻ്റെ 4. ഇത് മൊത്തം നമുക്ക് എന്താക്കാം? പുതിയൊരു ടേബിൾ വരച്ചിട്ട് ഒക്കെ ഒന്നും കൂടി നമുക്ക് എടുത്തെഴുതാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താക്കുക? നമുക്ക് കിട്ടിയതെല്ലാം നമ്മൾ എന്താക്കുക? എടുത്തെഴുതുക. ഫസ്റ്റ് നമുക്ക് കിട്ടിയ 13ൽ, അതായത് B4ൽ നമ്മൾ എത്ര എഴുതുക? F1. B4ൽ നമ്മൾ 11 എഴുതി. നെക്സ്റ്റ് രണ്ടാമത്തെ നോക്കുക. രണ്ടാമത്തെ എത്ര എഴുതും? F2 V3ൽ 12 എഴുതുക. അപ്പോൾ V3ൽ നമ്മൾ എത്ര എഴുതുക? നമ്മൾ 12 എഴുതുക. പിന്നെ നെക്സ്റ്റ് നോക്കുക, തേർഡിൽ നമുക്ക് F2 V1ൽ 1 എഴുതുക. അപ്പോൾ F2 V1ൽ നമ്മൾ 1 എഴുതി. ഇനി നെക്സ്റ്റ് ഫോർത്ത് നോക്കുക. ഫോർത്ത് നമുക്ക് എത്ര കിട്ടിയ? F3 V2ൽ നമുക്ക് 10 കിട്ടി. അപ്പോൾ നമ്മൾ 10 എഴുതുക. ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്ത ടേബിൾ എടുക്കുക. ലാസ്റ്റ് നമ്മൾ 2 ടേബിളും കൂടെ ഒരുമിച്ചിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ നമ്മളതെടുക്കുക. അതെത്രയാണ്? V1 F3യും F3 V4ഉമാണ്. 5ഉം എത്ര? 4. അപ്പോൾ നമ്മൾ 5 4 എഴുതി. നമുക്ക് കിട്ടിയ അലോക്കേഷൻസ് ഒക്കെ നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്താക്കണം? ഇത് നമുക്ക് ഇനീഷ്യൽ ഫീസിബിൾ ബേസിക് സൊല്യൂഷൻ ആണോ തരുന്നത് അല്ലേ എന്നുള്ള കാര്യം നമുക്ക് എന്താക്കണം? നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്പർ ഓഫ് സെൽസ് ഓക്യുപ്പൈഡ് എത്രയാണ് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ നോക്കുക, m+n-1 = എത്രയാണ് നോക്കുക. ഇവിടെ റോൻ്റെ ടോട്ടലും കോളത്തിൻ്റെ ടോട്ടലും നമുക്ക് നോക്കാം. m എന്ന് വെച്ചാൽ നമുക്കറിയാം റോയാണ്. കോളം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ കോളമാണ്. നോക്കുക എത്ര റോ ഉണ്ട് ഇവിടെ നിന്ന് ഫസ്റ്റ് നോക്കുക. 1 2 3 റോയാണുള്ളത്. അപ്പോൾ 3+ ആണ് 1 2 3 4 കോളമാണുള്ളത്. -1. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? നമുക്ക് 6 കിട്ടും. അപ്പോൾ 6 ആണോ അലോക്കേഷൻ നോക്കുക. 1 2 3 4 5 6 ആണ് അലോക്കേഷൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്താണ്? therefore the number of occupied cell are equal to എന്താണ്? m+n-1 അല്ലേ. അതുകൊണ്ട് എന്താണ്? സോ there exist in the solution initial basic feasible solution. അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണാം. the transportation cost is
കോസ്റ്റ് ഈസ് എത്രയാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കാണുക. ഫസ്റ്റ് നമുക്ക് ഓരോന്നും ഇൻറ്റു ചെയ്യാം. നമുക്ക് ഫസ്റ്റ് കിട്ടിയത് വെച്ചിട്ട് നമുക്ക് ഇൻറ്റു ചെയ്ത് തുടങ്ങാം. 13 × 11 പ്ലസ് 17 × 1 പ്ലസ് 14 × 12 പ്ലസ് 32 × 5 പ്ലസ് 27 × 10 പ്ലസ് 41 × 4. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? മൊത്തം ഇൻറ്റു ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 922 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്തപ്പോൾ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് എത്രയാണ് കിട്ടിയത്? നമുക്ക് 922 ആണ്. ഇപ്പോൾ ഏത് മെത്തേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതാണ് കിട്ടിയത്, 922. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഒന്നുമില്ല. ഇതിൽ ഏറ്റവും ചെറിയ കോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ കപ്പാസിറ്റിയും റിക്വയർമെൻറ്റും കമ്പയർ ചെയ്ത് അതിൽ ഷോർട്ടുള്ള നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ അടുത്ത ടേബിൾ വരയ്ക്കും. ആ റോ ആണോ കോളാണോ എന്ന് വെച്ചാൽ അത് പോകും. അത് മറ്റേന്ന് കുറച്ചിട്ടുള്ള സംഖ്യ ആയിരിക്കും ഇപ്പുറത്തേത്. അങ്ങനെ ഓരോന്നിൻ്റെയും ലീസ്റ്റ് കോസ്റ്റ് ചെയ്ത് മൊത്തത്തിൽ നോക്കിയിട്ട് ലീസ്റ്റ് കോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതിലായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പം ഇത് സിമ്പിൾ മെത്തേഡാണ്.